ഹലോ, ഗുഡ് ഈവനിങ്. സമയം 5:20 എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നല്ല ദിവസം കഴിഞ്ഞു, നാളത്തെ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് വേഗം അങ്ങോട്ട് പോയി മേല് കഴുകി. അമ്മ എന്താ ഉണ്ടാക്കി ചെന്ന് പോയി നോക്കൂ. എന്നിട്ട് ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ച് വരുമ്പോൾ ഉള്ളിവടി മഴവരി എണ്ണക്കടിയൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ അത് കഴിച്ചോ കേട്ടോ. നമുക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒന്നും വാങ്ങില്ലാന്ന്. നമ്മളെ മോന് നേരെ ഉണ്ടാവില്ല. മോൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ വാങ്ങിക്കും. അപ്പം നമ്മൾ ഇന്ന് സ്വർണ്ണീച്ച് കൽത്തപ്പം ചുട്ടുകൊണ്ടുവന്ന് അപ്പം നമ്മൾ കാപ്പിയൊക്കെ കഴിച്ച് കൽത്തപ്പൊക്കെ കഴിച്ച് അങ്ങനെ എനിക്ക് ചെറുതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ കൽത്തപ്പം. ഇപ്പോൾ കൽത്തപ്പം ഇഷ്ടമല്ല. എൻ്റെ സ്വർണ്ണീച്ച് ഇടയ്ക്കിടയ്ക്ക് ചുട്ടുകൊണ്ട് വരുന്നതിനെ കൊണ്ട് ഇപ്പോൾ കൽത്തപ്പം മതിയേ. ഇനി ഞാൻ പറഞ്ഞത് എന്താ പറയുക, ഇനി വരുമ്പോൾ എന്താണ് അട ഉണ്ടല്ലോ നമ്മളെ അരീൻ്റെ അട, അത് സൂപ്പറായിട്ട് അവൾ പുഴുങ്ങിക്കൊണ്ടുവരും. എനിക്ക് അങ്ങനെ ഇഷ്ടമുണ്ട്. ഞാൻ ഉണ്ടാക്കിയാലൊക്കെ മുറിഞ്ഞു. നമ്മളെല്ലാം ഉണ്ടാക്കും, പക്ഷെ നമുക്ക് അതിലുള്ള വിദഗ്ധയാണ്. അപ്പം ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ നമുക്ക് അത് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ പണിയെടുക്കാണ്ട് ഒരാൾ പണിയെടുത്ത് കൊണ്ട് തരുമ്പോൾ തിന്നാൻ നല്ല രസമായിരിക്കും. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് പിന്നെ എനിക്ക് തിന്നാനുള്ളൊരു മൂടുണ്ടല്ലോ, നമ്മളെ ലിപ്സ്റ്റിക്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ശുഭദിനം പറഞ്ഞുകൊണ്ട് ശുഭദിനം കഴിഞ്ഞു പോയി. നാളത്തെ ഡേ നല്ല ദിവസമായിരിക്കട്ടെ എൻ്റെ കുട്ടികൾക്ക് നിന്ന് ഹൃദയത്തിൽ തൊട്ട് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലിട്ട് കിടക്കുക. നമ്മളെ കഥ പറയാം. അപ്പം നമ്മൾ സ്വന്തമായി എഴുതിയിട്ട് പറയുന്ന കഥയാണിത്. പിന്നെ എല്ലാവരും കേൾക്കുമെന്ന വിശ്വാസത്തോടെ. ഇത് കേൾക്കുന്നവർക്കൊക്കെ അറിയാം, പക്ഷെ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഇതെന്താണ് സംഭവം എന്നറിയില്ല. അതുകൊണ്ട് പറഞ്ഞാട്ടോ, നമ്മൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് പറയുന്ന കഥയാണെന്ന്. അപ്പം നമ്മൾ എവിടെയാണ് എത്തിയത്, നമ്മളെ മോനിട്ട് കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നതല്ലേ, പിന്നെ അവിടെ വെച്ച് നിന്നതല്ലേ കുറേ സമയം. ഇപ്പം ഇന്നലെ കുറേ നേരം പറഞ്ഞു പോയി. ഇന്ന് നമുക്ക് വേഗം പറഞ്ഞ് തീർക്കാട്ടോ. അപ്പോൾ അപ്പോഴേക്കും എൻ്റെ വീട്ടു വിശേഷം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നീട്ടും. ഇനി പറയില്ല, ഇനി നമ്മൾ കഥയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ എന്താ പറയാൻ പോണേ, അങ്ങനെ അവർ അവളമ്മ വേഗം കടലത്തോടൊക്കെ കൊണ്ടുപോയി അടുപ്പിലിട്ട് ബാക്കി കടല ഒരു ടിന്നിലിട്ടേച്ച് അവർക്ക് മതിയായി, ഏച്ചിക്ക് അനിയനും മതിയായി. അങ്ങനെ അച്ഛനൊക്കെ വന്ന് അച്ഛൻ വരുന്നവരെ കാത്തിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഞ്ഞെല്ലാം കുടിച്ച് അങ്ങനെ ശാലിനി വേഗം പായിട്ട് മൊറ്റ വാട കിടക്കാനാണ്. അല്ലെങ്കിലും ഒക്കെ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കൊടുത്ത് കിടത്താൻ. പിന്നെ സൊറ കളിക്കിച്ചേക്കാതെ പിന്നെ പുതപ്പൊക്കെ പിടിച്ചലിച്ച് അങ്ങനെ ഒരു തമ്മിൽ ഒരു അടിയൊക്കെ ഉണ്ടായിട്ട് പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് കയറി കിടക്കാണ് മൊട്ട പതിവ്. അങ്ങനെ പിന്നെ ചെക്കൻ വന്നും കണ്ട് കട്ടുമ്പോൾ കയറി കിടന്നിട്ട് പിന്നെ കയറി കിടക്കും. കയറി കിടന്നാൽ പിന്നെ ഇവള് ചോദിക്കും, പിന്നെ മോനിട്ട പിന്നെ അങ്ങനെ ബാബു വന്നിട്ട് ചോദിക്കും, എടി എൻ്റെ സങ്കടങ്ങളൊക്കെ മാറിയാ. അപ്പോൾ പറയും, ഇപ്പോൾ രാത്രി വന്നിട്ടപ്പോൾ എൻ്റെ സങ്കടത്തിനെ കുറിച്ച് ചോദിക്കണത്. എൻ്റെ സങ്കടമൊക്കെ എൻ്റെ അനിയൻ എനിക്ക് മാറ്റി തന്നെ. ആര്? ഇവനോ? ആ ഇവൻ തന്നെ. അപ്പോൾ അവൻ പറയും, ബാബടാ പൊയ്ക്കോളി, നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും പറ്റൂല എന്നറിയും. ഈ ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞ് ബാബ അങ്ങോട്ട് പോകും. അപ്പോൾ ഇവളറിയും, ബാബൻ വേണു പോകും ഓരോ റൂമിലേക്ക് കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ വായിലൊന്നും അടക്കില്ല മക്കൾ, അങ്ങനെ ചാരിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ മോറ്റനോട് പറയും, മോറ്റ അവിടെ കിടക്കണം. അപ്പോൾ ഇവൻ പറയും, മോറ്റ പറയും, ഏച്ചിയെ നീ ഞാൻ ഏച്ചീൻ്റെ കൂടിയൊന്നും കിടക്കൂല, നിലത്തും കിടക്കൂല. നമ്മൾ ഒരു ജേതാവായി വളരണം. അപ്പം നീ കട്ടുമലൊക്കെ തന്നെ കിടക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മളെ സാബട്ടൻ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ അപ്പോൾ പെണ്ണുങ്ങളെ കൂടെ ഒന്നും തീരെ കിടക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്ന സാബട്ടെ തന്നെ. അപ്പോൾ ഈ അമ്മൻ്റെ കൂടെയല്ലേ കിടക്കാൻ പോണേ, അമ്മമാരെ കൂടെ കിടക്കാം. അമ്മമാരെ കൂടെ കിടന്നാൽ ജതാവൊക്കെ ആവുന്ന നടക്കണം. ഇനിയിപ്പോൾ അധികം കിടക്കൂല ഞാൻ. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തേക്ക് ഒരു റൂം എടുത്ത് അവിടെ ഒരു കട്ടിലൊക്കെ വാങ്ങി കിടക്കൊക്കെ വാങ്ങി അതിൽ നമ്മൾ കിടക്കാൻ പോകണത് എന്ന് പറഞ്ഞ ശാലിനിക്ക് ഉണ്ടല്ലോ എൻ്റെ ഈ പുളിവർത്താനം കേട്ടിട്ട് ഇവള് നല്ല ചിരിക്കുക. ഏച്ചി ചിരിക്കുമ്പോഴത്തേന് പിന്നെ ചെക്കന് സന്തോഷം. അപ്പം ചെക്കനും ഓർക്കാൻ ചിരിക്കും. അപ്പോൾ ഈ കിടക്കാൻ പോയ ഏട്ടന്മാർ വന്നിട്ട് ചോദിക്കും, ഇതെന്താ ഇവരിങ്ങനെ ചിരിക്കണേ. അപ്പം അമ്മ വന്നിട്ട് പറയണാണ്, അമ്മയ്ക്ക് പാത്രങ്ങളൊക്കെ കേൾക്കാണ്ട്, പാത്രങ്ങളൊന്നും കേൾക്കാണ്ട് പെണ്ണ് പോയി കിടന്നതാണ്, പിന്നെ ഒരു പണിയെടുത്താണെന്നല്ല അവിടെ രാജ്ഞിയായിട്ട് വളരുകയാണ്. അപ്പോൾ പിന്നെ ഇവർ മോനെ ഇന്ന് വൈകുന്നേരം തുടങ്ങിക്കണേ പിന്നെ ഏച്ചി അനിയനും കൂടി ഓരോന്ന് പറയണേ, പൊട്ടിച്ചിരിക്കണേ പിന്നെ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ എന്തേ
എന്താ പറ്റിയേ? അപ്പം അച്ഛൻ അങ്ങോട്ട് വന്നിരിക്കുക, എന്താ അത്ര പൊട്ടിച്ചിരിക്കാൻ? അപ്പം ഇവള് ചിരിച്ചിട്ട് ഇവൾക്ക് ചിരി അടങ്ങില്ല. പിന്നെ ഇവള് പറയാം, അച്ഛൻ ഇവൻ പറയല്ലേ, ഇവൻ ഇനിയിപ്പോൾ പിന്നെ നിലത്തൊന്നും കിടക്കുമല്ലോ, ഇനി കട്ടുമലേ കിടക്കാൻ പറ്റുള്ളൂ, ഓ വലിയൊരു പിന്നെ പുരുഷനായിട്ട് വളരാനുള്ളതാണ്, അതുകൊണ്ട് കട്ടുമലേ കിടക്കാൻ പറ്റുള്ളൂ, ഇനി അടുത്തന്നെ ഓ അപ്പുറത്തേക്ക് ഒരു റൂം എടുത്ത് കട്ടിലും കിടക്കി വാങ്ങി അവിടെ കിടക്കും. അപ്പടി വേണ ഇവനെ അപ്പുറത്തേക്കൊരു റൂം എടുത്ത് കട്ടിലും കിടക്കി ഉണ്ടാക്കണ്ട, ഓ സ്വന്തമായിട്ടൊരു വീടെടുത്ത് അതിൽ പോയി കിടന്നോട്ടെ. അപ്പടി ചെക്ക പറയണ വീണിട്ടാ വിട്ടോ ഇങ്ങളൊക്കെ ബൊമ്മ കണക്കിന് അതിമിലിരുന്ന് ആടിയ മതി, നിങ്ങളെ കൊണ്ട് അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പടം അല്ലേ. വേണൊരു വേഗം തേച്ച് പിടിക്കും. വേണത് ഓടി വന്ന് ചെക്കൻ കിടക്കല്ലേ, കാല് കൂടെ വന്നിട്ട് ഒറ്റ ചവിട്ടിന് ഞാൻ ചവിട്ടിയല്ല ഈ അപ്പുറം എത്തിപ്പോന്ന്. അപ്പൊ ചെക്കൻ പറയല്ലേ, ഇങ്ങക്കെ ഇന്ത്യ നേരെ കാല് പൊന്തിക്കാനൊക്കെ പറ്റുള്ളൂ. ഇന്ന് ഏച്ചിൻ്റെ മേലെ ആ ചെക്ക ഐസ് ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും മിണ്ടിയോ? നിങ്ങൾ അവിടെ ബസ്സിലിരുന്നില്ലേ, സാബേട്ടം പോയിട്ടില്ല ചെക്കൻ്റെ മീന്തൊക്കെ ഒന്ന് കൊടുത്തത്. നിങ്ങൾക്ക് ധൈര്യമില്ല, നിങ്ങൾക്ക് ആത്തിരുന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ബൊമ്മ കണക്കിന് ആടാനേ പറ്റുള്ളൂ എന്നറിയാം. അപ്പം പിന്നെ ശാലിനി എന്ത് ചെയ്യുമെന്നറിയാം, പിന്നെ അല്ല അപ്പം പിന്നെ വേണു അല്ല ബാബു വയ്ക്കും, ഈ ചെക്കൻ എന്താ പറ്റി, ചെക്കൻ എന്താ ഇങ്ങനെ പറയണത്? അപ്പടി വീണറി അതെ എന്താ അറിയാ, ആ കല്യാണപ്പുരേ പോയിട്ട് കൂടല്ലൂരിൽ നിന്ന് കുറച്ച് ചെക്കന്മാർ വന്നിനല്ലോ, ഐറ്റിങ്ങളെ കൂട്ടുകെട്ട ചെക്കൻ ഇങ്ങനെ വഷളായി പോയത് 2 ദിവസം കൊണ്ട്. അപ്പടി ചെക്കൻ പറയാം, അയ്യേ ആ കൂടല്ലൂര് കൂട്ടുകെട്ട അവരായിട്ട് ആര് കൂടാൻ പോവാനാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളതൊക്കെ നമ്മളെ ജേതാവിൻ്റെ കൂടെയാണ് ഏട്ടന്മാരെ നിൽക്കുക, അതാണ് നമ്മളെ. അപ്പം അതാര് ഈ ജേതാവ്, അതൊക്കെ ഉണ്ട്, അതാരപ്പം പറയടാ. അപ്പം 2 ഏട്ടന്മാർക്ക് പറയടാ അതാരാ? അതെ കബഡി കളിയിൽ നിങ്ങൾ തുന്നം പാറിയിട്ട് പിന്നെ നിങ്ങളെ ജയിപ്പിച്ചെടുത്ത ആരാ? അപ്പൊ എനിക്ക് സാബു, സാബുവിനെയാണ് ഇപ്പൊ ഈ മാതൃകയാക്കാൻ കണ്ടിക്കണത്. അപ്പൊ എന്തേ നല്ല ചെക്കനാണ് സാബേട്ടെന്ന് പറയും. അപ്പടി ശാലിനി എന്ത് ചെയ്യും, ചെക്കൻ്റെ പോക്കം കിട്ടും, വായ കിട്ടുമ്പോ ചെക്കൻ എന്താ വേണ്ടി ഇത്ര പറഞ്ഞു വിളിച്ചത്. അപ്പടി അത് നന്നായി, വളരെ നന്നാവും എന്നറിയാം. അപ്പം ബാബർ പിന്നെ ബാബർ മോട്ടാ വെറുതെ അടി കിട്ടാൻ നിൽക്കണ്ട, അടങ്ങി ഒതുങ്ങി നിന്നിട്ടോ. അപ്പോൾ വേണുവിനോട് പറയും, വേണുവിന് വേഗം അരിശിച്ചേക്കല്ലോ, ചെറിയ ചെക്കനാണെന്നൊന്നും നോക്കില്ല. അപ്പം വേണു പറയും, ഓനല്ലേ ഒന്ന് കൊള്ളാത്തൻ്റെ താറാറ്. അപ്പം പോരടാന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടാ അനിയനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോവേ. അപ്പോൾ ശാലിനിക്ക് ചിരി വരിക. അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ചെക്കൻ കെട്ടുമ്പോൾ ചെക്കൻ കമ്മിടുന്നത്. അപ്പോൾ ഇവള് മോറ്റാ എന്താ? അപ്പോൾ പറയും, എടാ പിന്നെ സാബേട്ടൻ പിന്നെയൊന്നും പറഞ്ഞില്ലടാ. അപ്പോൾ അവൻ പറയും, സാബേട്ടൻ പിന്നെയൊന്നും പറഞ്ഞില്ല, ഏച്ചിക്ക് ഇപ്പം എന്താ അറിയണ്ടേ? അല്ല എന്നെ പറ്റി എന്തേലും പറഞ്ഞടാ? ഏച്ചിനെ പറ്റി ഒരു വസ്തുവും പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഏച്ചിനെ പറ്റിയിട്ട്. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു ചെക്കമ്മല്ല പറയും, ഞാൻ പറഞ്ഞു സാബേട്ടാ നിങ്ങളൊക്കെ ഇഷ്ടമാണ്, എൻ്റെ ഏച്ചിനെ ഞങ്ങൾക്ക് കെട്ടിച്ചേർത്തേന്ന് ചോദിച്ചു. അപ്പടി അമ്മ അകത്തേക്ക് വന്നിക്കണേ, അമ്മ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പടി ചക്ക കമ്മറന്നാളും. അപ്പോൾ അവളെ വിചാരിക്കും, അമ്മ എന്തിനാ വന്ന്, അവളെ എന്നിട്ടോ നോക്കിയോ, അത് അമ്മ കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അമ്മ വയ്ക്കാണ്, നിങ്ങൾക്ക് ഇതുവരെ കുട്ടികളെ നിങ്ങളെ കുശിപ്പ് കഴിഞ്ഞില്ലേന്ന് നോക്കി. അപ്പോൾ വളരെ അമ്മ ആ വിളക്ക് എടുത്തുണ്ടാവും, നമ്മൾ കൊയലവിളക്ക് കത്തിക്കേണ്ട, ഒരു ചെറിയ കൊയലവിളക്കിലാണ് ഒരു രാത്രി കത്തിച്ച് തിരി താത്തിയൊക്കെ കഴിയുക. പിന്നെ മറ്റേ ചിമ്മിണി എണ്ണ വിളക്ക് പാളി കത്തുന്ന വിളക്കാത്തുണ്ടാവുക. അപ്പോൾ പിന്നെ ഇവൾ ആ വിളക്ക് എടുത്തുണ്ടായിട്ട് ചിമ്മിണി കൊയൽ വിളക്ക് അവിടുന്ന് ചുമരിൻ്റെ മുകളിൽ കൊളുത്തിട്ടേക്ക് അതിങ്ങനെ എടുത്തുകൊണ്ടായിട്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും, ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഇടുന്ന ആ കുഴൽ എടുത്ത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഓളം അങ്ങോട്ട് കുലായിലേക്ക് പോകട്ടോ. ആരെയും ഇമ്പളെ ഉഷാമ അപ്പോഴേക്കും ഇമ്പളെ പിള്ളേരെ കുറയ്ക്കും. അപ്പോൾ പിന്നെ ഇവള് മെല്ലെ മൊട്ട എന്താ അയച്ചേ പക്ഷെ അങ്ങനെ കണ്ണ് ഉറക്കം വന്നിട്ടുണ്ടാവും. അവർ എടാ എന്നിട്ട് അത് പറയടാ, അതെ ഇനി നാളെ ഹോംവർക്കിൻ്റെ ശേഷം പറഞ്ഞത്, എടാ ഹോംവർക്കൊക്കെ ചേച്ചി പറഞ്ഞു തരണ്ടടാ, എടാ ഹോംവർക്കൊക്കെ പിന്നെ ചേച്ചി പറഞ്ഞു തരണ്ടടാ, ഇതും കൂടി പറഞ്ഞു തന്നിട്ട് ഈ കിടന്നടാ. അപ്പോൾ അവൻ പറയും, മെല്ലെ പറയും, എന്നോട് പറഞ്ഞു എടാ എൻ്റെ ചേച്ചിനിക്ക് കെട്ടണം എന്നൊക്കെ ഇഷ്ടണ്ടേനി, പക്ഷെ ഇന്നത്തോടു കൂടി ഞാൻ പറഞ്ഞില്ല, ഐസിന് അവളോട് പോണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് കേൾക്കാണ്ട് അവൾ പോയി. അതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കാത്ത പെണ്ണിനെ എനിക്ക് പറ്റൂലടം വന്നിട്ട്, അതുകൊണ്ട് എൻ്റെ ചേച്ചിനിക്ക് വേണ്ട. ഇനിയിപ്പം അവിടെ പറഞ്ഞിട്ട് കേൾക്കണ വല്ല പെണ്ണുണ്ടെന്നുണ്ടെങ്കിൽ മോൻ്റെ നോക്കിക്കുക, അല്ലാത്ത പെണ്ണിനെനിക്ക് വേണ്ടാന്ന് സാബേട്ടൻ പറഞ്ഞു.
അയ്യോക്ക് സങ്കടമായി പോവേ. എന്നിട്ട് പറയും, മോറ്റ ഇതൊക്കെ ഈ നുണ പറയാൻ എനിക്കറിയാം, സത്യമായിട്ട് അറിയാം. എന്നാലും ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖവും സമാധാനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ, എന്നാൽ ഞാനിതൊക്കെ നുണയാണ് പറഞ്ഞത്. എങ്കിലും ഈ ഐസിന് കൊണ്ടാറുന്നത് ഞാൻ പറഞ്ഞതല്ലല്ലോ, ഞാൻ അറിയില്ലല്ലോ, സാബട്ടൻ പറഞ്ഞല്ലേ. അപ്പോൾ ഏച്ചിനെ വേണ്ടാന്നുള്ളത് പറഞ്ഞതൊക്കെ ഈ നുണ അറിയല്ലേ. ഇനി എന്താണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഏച്ചി ഉറങ്ങാൻ നിൽക്കാറ്. ചെക്കൻ പുറപ്പെട്ട് മൂടി കിടന്നാളും. അങ്ങനെ ഓളും കിടന്ന് പിറ്റേന്നോളും ഇങ്ങനെ നേരം വെളുത്തങ്ങനെ സ്കൂളിലെത്തിയാൽ കാർത്തികൻ്റെ അടുത്ത് പറയും, എടി എൻ്റെ സങ്കടം മാറിയ. അപ്പോൾ ഇങ്ങനെ ഓഫീസ് റൂമിൽ പോയിരുന്നിട്ട് സങ്കടം മാറിയ, സാബുവിനെ കണ്ടില്ലേടി, സാബു പോയി. ഈ എങ്ങനെ അറിഞ്ഞു? മോറ്റൻ പറഞ്ഞ്, മോറ്റന് എന്തൊക്കെയോ ഒരു ഇതുണ്ട്, മാറ്റങ്ങളൊക്കെ ഉണ്ട്. മോറ്റന് ഓൻ കണ്ടിക്കണ തോന്നുന്നു. ഓൻ പറഞ്ഞ് ചേച്ചി അനുസരിക്കാത്ത പെണ്ണാണെന്ന് പറഞ്ഞ്, പിന്നെ ഇനി ഇങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞിക്കണ്. അങ്ങനെയൊക്കെ പറയണടി, എന്തൊക്കെയോ പറഞ്ഞിക്കണ്. പക്ഷെ എന്തൊക്കെയോ ഓന് അറിഞ്ഞ പോലെ ഉണ്ട്. എന്നോട് ചോദിച്ച് പിന്നെ ഞാൻ പറഞ്ഞ് സാബേട്ടനോട് ഏച്ചീനെ കെട്ടിക്കോളി നിങ്ങളെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് അനുസരിക്കാത്ത പെണ്ണാണ്, അതുകൊണ്ട് ഓളെ വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ കുറേ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവില്ല. സാബു ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. ഞാൻ അവൻ്റെ അടുത്ത് പറയണ്ടേ, സാബു ഇത്രയൊന്നും സംസാരിക്കില്ല ഞങ്ങളോട് പോലും. പിന്നെ മോൻറ്റാനോട് ഇത്രയൊന്നും സംസാരിക്കില്ല. ആ രാത്രി പറഞ്ഞിട്ട് കേട്ടോ, എനിക്ക് പറയാൻ മറന്നത്. അപ്പോൾ പറയാം തന്നെ നമുക്ക് മോൻറ്റനെ വിളിച്ചിട്ടൊക്കെ ഒന്ന് ചോദിക്കടി. പറയും ഇപ്പം ചോദിക്കേണ്ട ആറ്. അങ്ങനെ കളിക്കാൻ വിട്ടപ്പോൾ മോൻറ്റനെ വിളിച്ചിട്ട് കാർത്തിക് വിളിച്ചാൽ ഇവർ കളിക്കണോടത്ത് നോടി വരും. എന്തായിരിക്കും? അപ്പോൾ പറയാം കാർത്തികയ്ക്കും, മോൻറ്റ സാബേട്ടനെ ഈ കണ്ടിനി. അപ്പോൾ ഓൻ കാർത്തികനെ നോക്കും, ഏച്ചിനെ നോക്കും. ഓനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാർത്തിക അടുത്തിൻ്റെ മുന്നിൽ ചോദിച്ചാൽ സാബേട്ട ആരടുത്തും പറയരുത് പറഞ്ഞില്ല, ഏച്ചിനോട് പറഞ്ഞ മാതിരിയല്ലല്ലോ. അപ്പോൾ എന്താപ്പോൾ ചോദിക്കുന്നത്? അല്ല ഞാൻ ചോദിക്കുക, സാബേട്ടൻ്റെ കാര്യമല്ലല്ലേ പിന്നെ ഏടത്തിമ്മ ചോദിക്കേണ്ടത്, ബാബേട്ടൻ്റെ കാര്യമല്ലേ ചോദിക്കേണ്ടത്? ആടാ ബാബേട്ടൻ്റെ കാര്യം ചോദിക്കാം, സാബേട്ടൻ പോകുമ്പോൾ ഈ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്നും കാർത്തിക ഏടത്തിമ്മനോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ കളിക്കാൻ പോകാറുണ്ട് പണശാലയും കൂടി എടാ മോറ്റ പറഞ്ഞിട്ട് പോടാ. കാർത്തികേടത്തിമ്മ കേട്ടിച്ചിട്ടൊന്നുമില്ല വെച്ചെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും പറയല്ല. പിന്നെ നമ്മൾ കുറച്ച് പറയണുള്ളൂ. അത് നമ്മൾ ഏച്ചിനോട് പറഞ്ഞുകൊണ്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഒരു കിണ്ണുണ്ട് പൊട്ടിക്കാൻ. അത് 2 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതി എന്ന് നിൽക്കണം. സാബേട്ടൻ തന്നെ ചെക്കറ ഒറ്റ ഓട്ടം വിടും. അപ്പോൾ കാർത്തിക എന്താടി ഇപ്പത്? അപ്പം കാർത്തികടി എടി സാബുവിനെ ചെക്കൻ കണ്ടൊക്കെ ചെയ്തേക്കണം കേട്ടോ. ചെക്കൻ്റെ സംസാരത്തിൽ മനസ്സിലാവണ്ടേ, ഇന്നോടൊന്നും പറയാൻ കൂട്ടാക്കണില്ലല്ലോ. അപ്പോൾ ആരടുത്തും പറയരുതെന്നാണ് ഇങ്ങനെ പറയട്ടെ. എന്തെത്താടി ഇനി 2 ദിവസം കഴിഞ്ഞാൽ ചെക്ക ഗണ്ണ് പൊട്ടിക്കാണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ കാര്യം വല്ലതും അച്ഛനോ അമ്മനോട് പറയോ? അറിയാൻ പറ്റൂലടി. എൻ്റെ കത്തെടുത്ത് എൻ്റെ അച്ഛന് വായിച്ചു കൊടുത്ത ആളാ മോനിട്ട്. എടി സാബു ഇത്രയും വിവരമില്ലാത്ത ആളായിപ്പോയോ? ചെറിയ കുട്ടീനോടൊക്കെ ഇത് പറയാൻ പാടുണ്ടോ? പറയോ? അറിയൂല കാർത്തികേ. പക്ഷെ സാബു എന്തൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ എന്താണ് എനിക്ക് അവനെ പൊട്ടിക്കാനുള്ളത്? അങ്ങനെ ഇവക്ക് ആദ്യം വ്യാധിയായി. ഈശ്വര, ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകണമെന്നല്ല 2 ദിവസം വരെ കാത്തുക്കണ്ട്. മൊട്ടനോടൊന്നും ചോദിക്കാനും വയ്യ. അങ്ങനെ റെഡി ഓൻ പറയണമെങ്കിൽ സാബുവിൻ്റെ മാതിരി വളരണം എന്നൊക്കെ പറഞ്ഞിക്കണടി. പിന്നെ എൻ്റെ ശരീരത്ത് ഓടുന്ന ബ്ലഡിൻ്റെ തിളപ്പ് സാബേട്ടൻ്റെ തിളപ്പാന്നൊക്കെ പറഞ്ഞിട്ട് കബഡി കളിയിൽ ജയിച്ചോലെ, എൻ്റെ മേൽ ഐസിട്ട ചെക്കൻ്റെ മീൻ്റെക്ക് തച്ചോലെ. ഇതൊക്കെയാണ് ഏട്ടന്മാരോടും പറഞ്ഞ്. പിന്നെ ഐസിട്ടിട്ട് നിങ്ങൾ നോക്കിന്നില്ലേ അങ്ക വിളിച്ചറിഞ്ഞടി തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് അവർ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം കളിക്കൂലേ, പിന്നെ കുറച്ച് കളിക്കണ സമയത്തുണ്ടാവും ഒരു കുട്ടി കരഞ്ഞ് വരുന്നത്. അങ്ങനെ 2 കുട്ടികളുണ്ട്. കുട്ടി കൊണ്ടുവന്ന് ഓഫീസ് റൂമിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ ടീച്ചർമാർ പിന്നെ അതിന് വെള്ളമൊക്കെ കൊടുത്ത് എന്തേ കരയേണ്ട മോനെ എന്താണെന്ന് വെച്ചാൽ പറയാം അമ്പിളിൻ്റെ തലമണ്ടയ്ക്ക് കുത്തീന്ന്. അപ്പടി ശാലിനി അങ്ങോട്ട് ചെല്ലും, കാർത്തിക്കും ചെല്ലും. എന്താ കുത്തിയത്? അമ്പിളീനെ വിളിക്കുന്ന പറയും. അപ്പോഴേക്ക് അമ്പിളി ആരമ്പോൾ മോൻറ്റനെ വിളിക്കും. എന്തിനാ കുട്ടീനെ കുത്തിയത്? നല്ല വേദനയായിട്ട് കുട്ടി കരച്ചിൽ നിൽക്കണില്ല. അപ്പോൾ പറയാം ടീച്ചറെ കുറേ ദിവസമായി ഈ ഇവൻ്റെ പെൻസിൽ എന്നും ഇവൻ കട്ടുണ്ടാവുക. എന്നിട്ട് ഇവൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇവന് ചീത്ത വെക്കുക, എന്നിട്ട് പുതിയ പെൻസിൽ വാങ്ങിക്കൊടുക്കുക. ഇവൻ്റെ അടുത്ത് പറയലുണ്ട് ആരാ എടുക്കണമെന്ന് അറിയില്ല. ഇന്ന് നമ്മൾ ഒളിച്ചെന്ന് കണ്ട് ഇവനാണ് എടുത്തത്. അപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ പറയാം ഓൻ്റെ പെൻസിലാണത്, ഓൻ എടുത്തതല്ല, ഞങ്ങൾ കണ്ടതാണ് എടുക്കണത്. അപ്പോൾ എൻ്റെ മണ്ടയ്ക്ക് കുത്തണ്ടേ, മണ്ടയ്ക്ക് കുത്തിപ്പോൾ ഓൻ വേഗം പെൻസിൽ കൊടുത്ത്. അപ്പോൾ
ശരി ശരി, ഇനി എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതിട്ട പിന്നെ അമ്പിളി കുട്ടികളെ കാട്ടൊന്നും ചെയ്യരുതെന്ന് പറയും. അപ്പം ചെക്ക പറഞ്ഞു. അപ്പം ഇവള് മോട്ട ഈ എന്ത് പണിയാ ചെയ്ത്, ഈ ഇങ്ങനെ ഒന്നും ചെയ്യലില്ലല്ലോ മോട്ട. അവരെ തെറ്റി കണ്ടാൽ ചേച്ചി പറഞ്ഞാൽ മനസ്സിലായില്ല, മണ്ടക്കി കൊടുക്കണം, ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെക്ക ഓടിപ്പിക്കണം. അപ്പോൾ പിന്നെ ആ കുട്ടീനോട് ടീച്ചർ പറയും, ഇനി കുട്ടിയെ പിന്നെ ഇങ്ങനെ മോഷ്ടിക്കൊന്നും ചെയ്യരുത്, ചെറുത് മുട്ടിച്ചിട്ടാ വലുത് മുട്ടിക്കുക, അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അതിനെ വിടും. അങ്ങനെ ടീച്ചർ വന്നിട്ട് ചോദിക്കും, പിന്നെ ശാലിനി എന്താ അനിയനൊരു മാറ്റം, അനിയൻ അങ്ങനെ ഒരു കുട്ടികളെയും വേദനിപ്പിക്കില്ലല്ലോ, എൻ്റെ അടുത്ത് വന്ന് പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാന്നല്ലാണ്ട് ഒന്നും ചെയ്യലില്ലല്ലോ. അറിയില്ല ടീച്ചറേന്ന് പറഞ്ഞ്. അങ്ങനെ അവള് കാർത്തികൻ്റെ കൈയും പിടിച്ചിട്ടടി, എന്താടി മോൻറ്റൻ നല്ല മാറ്റമുണ്ടടി, ഇനിയിപ്പോൾ ഓൻ്റെ ബ്ലഡിൽ ഒഴുകണ സാബുവിൻ്റെ രക്തത്തിളപ്പൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ സാബു ആവാനിട്ട് നോക്കണം. അപ്പോൾ കാർത്തികയ്ക്കും ചിരി വന്നു കേട്ടോ. അപ്പോൾ അവളെ എനിക്ക് ബേജാറാണടി, എനിക്ക് ഓനെ പറ്റിയിട്ട് പരാതി ഒന്നും ഇനിയിപ്പോൾ വീട്ടിൽ പോയി പറയാൻ പറ്റൂല, ഇത് പറഞ്ഞിട്ടുണ്ട് ചെക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചറിയുന്ന സാബു എന്താ പറഞ്ഞു കൊടുത്തതൊന്നും എനിക്കറിയില്ല. സാബു ആണെങ്കിൽ പോവുകയും ചെയ്ത്, ഞാൻ ഇനി എന്താ ചെയ്യും മോനത്തിനെ കൊണ്ടിട്ട്, ഇനിയൊരു സാബു ആയി വളർന്നു വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം വ്യാധി പിടിച്ചിട്ട് അവളങ്ങനെ വീട്ടിലേക്ക് പോകട്ടെ. എന്നിട്ട് വഴി തിരിയുന്ന സ്ഥലത്തുനിന്ന് കാർത്തികയ്ക്ക് വിഷമമാണടി. എന്തിന്? മോറ്റൻ്റെ പ്രവൃത്തി കണ്ടിട്ട് മോറ്റനൊന്ന് പറഞ്ഞ് ഉപദേശിച്ചാൽ കേട്ടോ. ശാലിനി ഞാൻ ഉപദേശിച്ചാലൊന്നും നിൽക്കൂലെങ്കിൽ സാബു എന്നെ ഉപദേശിക്കേണ്ടത്. സാബു അല്ല അവനോട് ഒറ്റ പുരുഷനായി വളരണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണ്, ഒരു തെറ്റും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിക്കണമെന്നൊക്കെ അവൻ പറഞ്ഞിരിക്കണം. എനിക്കൊന്നും അറിയില്ല. അങ്ങനെ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ മനസ്സിലാണ്ട് അങ്ങോട്ട് കാർത്തിക അങ്ങോട്ടും പോകും, ശാലിനി ഇങ്ങോട്ടും പോയിട്ടാണ് കേട്ടോ. ഭയങ്കര സങ്കടപ്പെട്ടിട്ട്. അപ്പോൾ നമ്മളെ കഥ കുറേ സമയം ഉണ്ടാവും, നമുക്ക് വിളക്കെത്തിക്കാനൊക്കെ ആയിണ്ടാവും. അപ്പം നമ്മൾ നിർത്തട്ടെ, ടാറ്റാ. നമ്മൾ കയ്യും കാലും മുഖമൊക്കെ കഴുകി അമ്പലത്തിൽ പോവാൻ റെഡി ആയിട്ട് നമ്മളെ കണ്ണൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഒരു കുറിയൊക്കെ തൊട്ട്, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കുറി തൊടുന്നില്ല, അപ്പം കുറിയൊക്കെ തൊട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ മോൻ കുളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം. ടാറ്റ. എൻ്റെ കുട്ടികൾക്ക് ശുഭദിനം കഴിഞ്ഞ് നാളത്തെ ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മളെ കഥ എല്ലാവരും കേൾക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ടാറ്റ. ലൈക്ക് ഒന്ന് ഇട്ടോളൂ. ഇപ്പം ചക്കരമ്മ പഞ്ചാരമ്മ, ഓക്കെ, പാൽപ്പായസമ്മ.